ഈ 21,000 രൂപ എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ തുകയാണ്. ആ 21,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാൽ പറ്റും? ഈ ഒരാട്ടോക്കാരന് അതെന്ത് ചെയ്ത് ഈ 5 ദിവസം കൊണ്ടെടുത്ത് നിങ്ങൾ അതെന്ത് ചെയ്ത്? ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കും. അപ്പൊ അവര് പറയുന്ന രീതിക്ക് ഞാൻ പോവേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ചേരത്ത് ആ ഇവരുണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഉരുപ്പടലല്ലേ എന്റെ ചേരത്ത് ഉണ്ടായിരിക്കുമായിരുന്നു. ഞാൻ എടുത്തിട്ടാണ് വീട്ടിനകത്ത് ഞാൻ മാറി കൊടുക്കണം. ശരി, മാറി കൊടുക്കണം. ഞാൻ അപ്പോഴേ തുണികൾ മാറി കെട്ടിക്കൊണ്ട് മേലെ റോഡ് വരെ പോയി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവള് എന്നെ വന്ന് വിളിച്ച് അമ്മ വാമാന്ന് വേണ്ട ഇവള് വന്ന് വിളിച്ച് ഞാൻ ഇറങ്ങി പോരും ചെയ്തു. ആ ഒരു ദേഷ്യം ഉള്ളി കിടന്നതിനെ കൊണ്ട് ഇന്നലെ എന്തൊരു ഫോൺ ചെയ്ത് ഞാൻ സംസാരിച്ചിട്ട് കൊച്ചുണ്ടായതിനെ കൊണ്ട് കൊച്ചിന് തന്നെ ഫോണിൽ കൂടെ സംസാരിച്ചത്. കേട്ടു നോക്കണം, കണ്ണാടി ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചൊന്ന് കേട്ടു നോക്കണം. ഇതന്നല്ലേ ഇനി വാങ്ങിച്ചു കൊടുക്കണ്ടേ മാറുമ്പോ? ഞാൻ മാത്രല്ല അവരും മോശമൊന്നുമില്ല. രണ്ടുപേരും മത്സരിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും ഞാനാ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. കണ്ണാടിയിൽ ചില്ല് ദേഷ്യം വന്നപ്പോ ഞാൻ ഇങ്ങനെ അത് എന്ത് ചെയ്ത് ഉളുപ്പം കരച്ചെടുത്തിരിക്കണേ അത് പൊട്ടുമെന്നുള്ളതൊന്നും എനിക്കും പോയില്ല. ഇവരിങ്ങനെ കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ ജനലിന്റെ ഇതിൽ അടിച്ച് അപ്പോഴേ ആ ഒരു പാളി ഗ്ലാസ് പൊട്ടി. പിന്നെ ബാക്കി ഒറ്റ പാളി അവിടെ ആദ്യം പാങ്ങപ്പറ ഹോസ്റ്റലാണ് നിന്നത്. ഓട്ടിസം ബാധിച്ച് അവിടെ ഹോസ്റ്റലിൽ നിന്നപ്പോ ഇവൻ വീട്ടില് പ്രശ്നങ്ങളായതുകൊണ്ട് അപ്പൊ ഇരിക്കാന്നൊന്നും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് ഇവന് എന്നെ കാണാൻ തോന്നുമ്പോ ഇവൻ തന്നെ പെട്ടെന്ന് വയലന്റ് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു മോന്. അപ്പം വീട്ടിൽ വന്നാലും ഇവരും അവനുമായിട്ട് പൊരുത്തപ്പെട്ടു പോവില്ല. അവൻ ചെയ്യണമെന്ന് ഇവർക്ക് പിടിക്കൂല. ഇവൻ ചില സമയത്ത് അവൻ്റെ അടുത്ത് പ്രവർത്തിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇവൻ പെട്ടെന്നുകൊണ്ട് വയലന്റ് ആവുകയൊക്കെ ചെയ്ത് അവനെ അടിക്കുമ്പോഴത്തേക്കും ഇവ തിരിച്ച് ആരൊന്നും നോക്കൂല. എന്നെ ആയാലും അവരെ അല്ലെങ്കിൽ അവളെ ആയാലും അവൻ തിരിച്ചടിക്കും. അവന് പെട്ടെന്ന് അവൻ വയലന്റ് ആവും, തിരിച്ചടിക്കും. അപ്പം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ പറയണ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാറേ വീട്ടിലിപ്പോൾ നോക്കാൻ ആരുമില്ല. ഇപ്പോൾ എനിക്ക് സുഖമില്ലാതെ കൊണ്ട് ഞാൻ രാവിലെ ഞാൻ ആശുപത്രി പോകും, അവിടെ സ്കൂളിൽ പോകും. ഇവർ വണ്ടി വിടും. അപ്പോൾ ഇവരെ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോവാൻ എനിക്കൊരു പേടി. അടുത്ത് റെയിൽവേ പാളമാണ്. എങ്ങോട്ടേലും കയറി പോകാനും ചെയ്യാൻ നമുക്കറിയാൻ പറ്റൂല. അവൻ ഇല്ല, നിങ്ങൾ രണ്ട് ദിവസം നിങ്ങൾ അടുത്തവനെ പിടിച്ചു അവൻ അമ്മയെ കാണാമെന്നുള്ള ഇതുകൊണ്ടാണ് അവൻ ചാടുന്നത്. അപ്പം നിങ്ങൾ അടുത്ത് 2 ദിവസം പിടിച്ച് നിർത്തിക്കണമെന്ന് പോകാമെന്ന് പറഞ്ഞ് ഇവർ രാത്രി 3-4 പേര് കൂടി അവനെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവര് എന്നിട്ട് അവർ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇവർ കയറി പോയപ്പോൾ ഇവർ പറഞ്ഞ് വെട്ടം കൊടുത്ത് അവരോട് പറഞ്ഞുവിട്ട് അവരെ അങ്ങും വേണം. അപ്പം അന്ന് വഴി ക്ലിയർ ആക്കിയില്ല, കാടി തന്നെ ഇരുന്ന് കൊണ്ടുപോയിട്ടിരുന്നു. ഇവൻ ടോർച്ച് ലൈറ്റും കൊണ്ട് അവരെ വണ്ടിയിൽ അതുവരെ കൊണ്ടുവന്നാക്കിയിട്ട് വന്ന സമയത്തിന് ഇവർ അകത്ത് നിന്നും കൊണ്ട് ഇവൻ വീടിനകത്ത് കയറായിരിക്കും. ഇവർ കഥ പടച്ചപ്പോഴത്തേക്ക് ഇവൻ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇവർ കഥ ഉറക്കാൻ സമ്മതിച്ചില്ല. കഥ ഉറക്കണ്ട അവിടെ നിൽക്കിട്ടത് എന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്നും കൊണ്ട് വീട്ടിനകത്ത് നിന്നുകൊണ്ട് അവർ മനസ്സിൽ കൊള്ളാത്തതൊക്കെ അവനെ പറഞ്ഞു. അവന് ദേഷ്യം വന്ന് അവരും വായിൽ വന്ന് എന്തോരൊക്കെ അവനെ വിളിച്ചവർ പറഞ്ഞ് ചീത്തയും വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ അമ്മയെ എന്നെ വെളിയിലാക്കിയിട്ട് പിന്നെ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഒരുപാടൊക്കെ വിളിച്ചവർ പറഞ്ഞു. ഇവരെ അടിക്കണതിന് പകരം ഇവൻ ആ ഇരുന്ന ഒരു ജനൽ പാളിയും കൂടെ ഇവങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് കൈ മൊത്തം രക്തകളായിരുന്നു. പിറ്റേന്ന് ആ താഴത്തെ വീട്ടിലൊരു പയ്യൻ വന്ന് പറഞ്ഞ് നമ്മളൊന്നും പിന്നെ സമാധാനപ്പെടുത്തിയിട്ടൊന്നും ഇവ സമാധാനത്തിൽ നിൽക്കില്ല. വേദന കൊടുക്കുമ്പോൾ നിങ്ങളും അയാളുടെ വശം ചേർന്നും കൊണ്ട് എന്നെ നിങ്ങൾ ഒറ്റയ്ക്കാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിട്ട് ഇവ എൻ്റെ അടുത്ത് ഉടഞ്ഞ് വന്നില്ല. കൊടുക്കും താഴത്തെ വീട്ടിലൊരു പയ്യൻ വന്ന് ഇവനെ പിടിച്ച് സമാധാനപ്പെടുത്തി പോട്ട് മക്കളെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇയാൾ അവൻ്റെ വീട്ടിൽ കൊണ്ട് അവൻ അവിടുന്ന് രാത്രി ആഹാരമൊക്കെ കൊടുത്തിട്ട് സമാധാനപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവ അന്ന് അവിടെ നിൽക്കുന്നതിനെ കൊണ്ട് ഇദ്ദേഹം അന്ന് രാവിലെ വണ്ടി ഓടാൻ പോയില്ല. ഇപ്പം അവിടെ നിന്നുകൊണ്ട് ഇവർ വണ്ടി ഓടാൻ പോയി. പക്ഷേ ഇവർ വണ്ടി ഓടാൻ പോയിരുന്നെങ്കിൽ ഇവരെ ഞാൻ പറഞ്ഞണച്ച് അവിടെ നിർത്തുമായിരുന്നു. ഇവർ വണ്ടി ഓടാൻ പോകാതെ ഇവർ കിടന്നതിനെ കൊണ്ട് ഇവൻ അകത്ത് കയറി നമ്മൾ ആരും കാണാൻ ഞാൻ അകത്ത് പോയ സമയം കൊണ്ട് ഇവൻ്റെ തുണിയെല്ലാം എടുത്തും കൊണ്ട് ഇവൻ തിരിച്ച് പാങ്ങപ്പാറ തന്നെ പോയി. ഇവന് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞുകൂടാ, നടന്നു തന്നെ പോകും. ബസ്സിൽ പൈസയൊന്നുമില്ല, ഇപ്പം നടന്നിട്ട് പോയി. ഇവൻ തിരിച്ചതുപോലെ പാങ്ങപ്പാറ ഇവൻ്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ ഇവനെ കാണാൻ ഇവൻ ചെരുപ്പും തുണികളൊന്നും കണ്ട. ഞാൻ ഉടനെ അവരെ വിളിച്ചവൻ പറഞ്ഞ് ഇവിടെ വരെ വഴി വെച്ച് കാണാൻ ചെയ്യണേ ഞങ്ങൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഇവൾക്ക് അവനെ ശ്രീകാര്യത്തിൻ്റെ അവിടെ വെച്ച് നിങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവനെ ശ്രീകാര്യത്തിൻ്റെ അവിടെ വെച്ച് കണ്ട് വിളിച്ച ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട അവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ ഇവിടുന്ന് ഇങ്ങനെ ചാടി പോകട്ടും വീട്ടിൽ വന്നത് ഇവരുമായിട്ട് ഇതാവാത്തതുകൊണ്ടാണ് ഞാനും വിളിച്ചത്. സംസാരിക്കെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ തിരുത്തിയൊന്നും വരില്ല. വലിയ വാക്കുകളിൽ സംസാരിക്കാൻ എൻ്റെ ആദ്യം അവസാനം വരും, നടുക്കത്തേന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട് ആവുന്നുണ്ട്. അവൻ്റെ അടുത്ത് ഇവർ പെരുമാറുന്നത് ഞാൻ പെരുമാറുന്നത് അവളുടെ വലിയ കാര്യമാണ്. അനിയത്തി അപ്പി എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ വലിയ കാര്യമാണ്. അതിനും ഇവർ വേറെ ഒരു അർത്ഥത്തിൽ ഇവർ പുറത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെയും പറഞ്ഞിട്ടുണ്ട്.
അച്ഛൻ രണ്ടാണെങ്കിലും എൻ്റെ മോളെ നിൻ്റെ മോൻ നശിപ്പിക്കില്ല എന്ന് എന്തിനാണ് ഒരു ഉറപ്പ് നിനക്കൊണ്ടേന്ന്. അപ്പം ഞാൻ ഒരു കണക്ക് വെച്ച് നോക്കാം, അവൻ ഒരു കാരണവശാലും അവൻ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇവർക്ക് യോജിപ്പില്ല. ഒന്നുകിൽ എൻ്റെ കൂടെ ആവാം, അല്ലെങ്കിൽ അവളുടെ ആവാം. അല്ല അച്ഛൻ എന്തിനാണ് ഗ്യാരണ്ടി ഉള്ളത്? അമ്മ ഒന്നാണെങ്കിൽ തന്നെ അച്ഛൻ 2. പക്ഷെ ഇവർ ഒന്നും മനസ്സിലാക്കിയില്ല. അച്ഛൻ 2 കുട്ടികൾ എൻ്റെ വയറ്റിൽ നിന്ന് വന്നതാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കിയില്ല. അവ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് ഇവർക്ക് താല്പര്യം. ഞാൻ അതിന് ഇനി എവിടെ കളയും? എനിക്ക് കളയാനോ കൊന്നളയാനോ പറ്റും. ഞാൻ പെറ്റുകയില്ലേ? അച്ഛൻ ആരും ആവട്ടെ, ഞാൻ 10 മാസവും ചോദിച്ചു ഞാൻ പെറ്റില്ലേ. കമ്പെടുത്ത് തന്തേനെ അടിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇപ്പം സൈക്കിൾ എടുത്ത് ഇവള് എല്ലാം തീർത്ത് പറയില്ല. മോനെ ഒരു കമ്പെടുത്ത് അടിക്കാനായിട്ട് അവൻ പിടിച്ചു. ഒന്നാ പിടിക്കുന്ന മുമ്പിൽ തള്ളക്ക് വിളി ഇവിടെ വയറ്റിൽ ചവിട്ടിയിട്ടുണ്ട്. അടി വയറ്റിൽ അവൻ. കുട്ടി സുഖമില്ലാത്ത കുട്ടിയല്ലേ മേഡം? ഇവള് ചെയ്യുന്നത് എന്താണെന്ന് എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ അങ്ങ് പോകല്ലേ. ഇവരുടെ ചെയ്യിക്കണം എന്നുള്ളതാണ് ഇവര് പറഞ്ഞ. അടുക്കളയിൽ തന്നെ പിടിച്ചു നിർത്തും. ഞാൻ വന്ന അവനെ വെളിയിലോട്ട് വിട്ട് ഞങ്ങൾ സംസാരിക്കണം. ഞാൻ അവനെ പിടിച്ചു നിർത്തണല്ല. ഇവര് രണ്ടുപേരും ഉള്ളപ്പോഴത്തേക്കും എന്തൊരു കാര്യത്തിന് എന്ത് സാധനം കൊണ്ടുവന്നാലും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും അവളെ വിളിക്കും. പക്ഷെ അതേ മറിച്ച് അവനെ വിളിക്കൂല. അവളെ മാത്രം വിളിക്കും. അവളെ മാത്രം എന്ത് TV കാണിക്കും, TV ഇട്ട് കൊടുക്കും. അവൻ വരുമ്പോഴത്തേക്കും ഇവരെ സ്വഭാവം മാറും. പിന്നെ അവൻ എങ്ങനെ അവനും 60 പറഞ്ഞൊരു കുട്ടിയല്ലേ, 17 വയസ്സ് ഇപ്പോഴായി. അവന് ഓട്ടീസം ആണെങ്കിലും പക്ഷെ എല്ലാ കാര്യവും അവൻ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചവന് പ്രതികരിക്കാൻ അവൻ അറിഞ്ഞുകൂടാ. എല്ലാ കാര്യങ്ങളും അവനറിയാം. നമ്മൾ തമ്മിലുള്ള എല്ലാ ഇഷ്യൂവിനും ഇവർ ആവശ്യമില്ലാതെ എൻ്റെ ആൾക്കാരെ, അതായത് എൻ്റെ അമ്മ പണ്ട് ജീവിച്ചതും എൻ്റെ അമ്മ ജനിച്ചതും എല്ലാ കാര്യവും കൂടെ ഇതിൽ കൂടെ വലിച്ചിട്ട്, അതുപോലെ എൻ്റെ സഹോദരന്മാര് അവർ എങ്ങനെ ജീവിച്ചു അതെല്ലാം കൂടെ ഇതിൽ കൂടെ വലിച്ചിട്ട് വലിയ ഒരു ഇഷ്യൂ ആക്കിയെടുക്കും. അവരുടേതായ ജീവിതത്തിന് അവരങ്ങ് ജീവിക്കുന്നു. പിന്നെ നമ്മളെ ഇടയിൽ അവരെന്തിനാണ് മേഡം ഇവർ വലിച്ചിടുന്നത്? അപ്പൊ അതൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കും ഞാനും പെട്ടെന്ന് കൊണ്ടങ്ങ് വയലന്നെ. പിന്നെ ആ ഒരു ചെറിയ ഒരു ഇഷ്യൂ അതങ്ങ് വലുതായിട്ട് അതങ്ങ് പോകും. ഞാൻ എന്നിട്ട് പല പ്രാവശ്യം നിങ്ങൾ അവരെ വിളിക്കണ്ട, നിങ്ങൾ ആർക്കും ഒരു ശല്യത. പിന്നെ വല്ലപ്പോഴേക്കും വരും എന്നെ കാണും, അവരതിനെ അങ്ങ് പോകും. നിങ്ങളൊരു ഡോക്ടറെ കണ്ടൊരു നല്ല കൗൺസിലിംഗ് എടുക്കണം. ഞാൻ പറഞ്ഞോട്ടെ ഒരു സെക്കൻഡ്. അവൻ ഈ ഫോണിൽ കൂടെ പറയും നിന്റെ അച്ഛൻ ഉണ്ടായതല്ല ഞാൻ, എൻ്റെ തല വേറെയാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാതിരിക്കും മേഡം. ഇവൻ തട്ടിന്റെ മോൾ എന്തിനാണ് വന്ന് കിടന്നത്? ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആർക്ക് എന്ത് പറഞ്ഞുകൂടാത്ത മേഡം കുടിച്ചുകൊണ്ട് അവനെ കുടിച്ച് വിട്ടത് മഴക്കളയപ്പോ അവനോട് അമ്പൂരിലിരുന്ന് 2 കൊച്ചുങ്ങളെ ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു അച്ഛനുള്ള അതുകൊണ്ടാണ് അവൻ നിന്റെ അടുത്ത് പറഞ്ഞതെന്ന്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് മേഡം പറയേണ്ടത്? ഏത് കാര്യത്തെയും ഒരാളിന്റെ എന്താ പറയുന്ന മൊറാലിറ്റിയെ സ്വഭാവ ദൂഷ്യം നടപടി ദൂഷ്യവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് നിങ്ങൾ. അത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റൂല. ഒരു സ്ത്രീക്കും. ഇനി ആ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന സ്ത്രീകൾക്ക് പോലും ഇടയ്ക്കിടയ്ക്ക് 10 പ്രാവശ്യം നിങ്ങളത് പറയുമ്പോൾ അങ്ങനെ തന്നെ അന്ന് പറയാനല്ലേ തോന്നുള്ളൂ ഒരാൾക്ക്. അത് നിങ്ങൾ അത് അവസാനിപ്പിക്കും ശശി. നിങ്ങൾ പുറത്തൊരാളിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ ഭാര്യയ്ക്ക് നടപടി ദൂഷ്യം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ തകർന്നു പോകുന്നത് നിങ്ങളുടെ ക്യാരക്ടറാണ്, അവരല്ല. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ എങ്ങനെയുണ്ട് ശശി ഭാര്യ ഇപ്പം എന്ന് അയാൾ ഇങ്ങോട്ട് വിശേഷം ചോദിക്കുമ്പോൾ നിങ്ങൾ നാണം കെട്ടു പോകും. കാരണം നിങ്ങൾ പറഞ്ഞത് വെച്ചല്ലേ പിന്നെ നിങ്ങളോട് വിശേഷം ചോദിക്കാൻ പറ്റും. അതുപോലെ കുടുംബത്തിനകത്ത് ഇങ്ങനെ അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് നിനക്ക് അവരുമായിട്ട് ബന്ധമുണ്ട്, അതിൻ്റെ തള്ള ഇങ്ങനെ ആയിരുന്നു, ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇതിപ്പം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വലുതായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ സംശയത്തിൻ്റെ പ്രശ്നമാണ് അടിസ്ഥാനപരമായിട്ട് അവിടെ കിടക്കുന്നത്. നിങ്ങൾ ശശി നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ആരോഗ്യം കുറഞ്ഞു വരികയാണ് എങ്കിലും നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. അവർക്ക് ഒരു വീട്ടിനകത്ത് ഒരുപാട് ചിലവുകളുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞു മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കറി ആവത്തില്ല, അതിന് മുളകുപൊടി വേണം, മല്ലിപ്പൊടി വേണം, മറ്റു കാര്യങ്ങൾ വേണം, ഉള്ളിയും തക്കാളിയും ഒക്കെ വേണ്ടേ? അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നിങ്ങളത് അറിഞ്ഞങ്ങ് ചെയ്യുക. ഇന്ന് അത് വേണോ ഇന്ന് ഇത് വേണോ ചോദിക്കല്ലേ. രാവിലെ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണോ ചോദിക്കുക, ചില്ലറ കൊടുത്തിട്ട് പോവുക കയ്യിൽ, അതൊക്കെയല്ലേ എൻ്റെ രീതി. നേരത്തേക്ക് തുണ്ടെഴുതി തന്നയച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം അങ്ങനെ വാങ്ങിച്ചോണ്ട് വരും. വാങ്ങിച്ചോണ്ട് വരാതല്ല മേഡം. അല്ല അത് ഇപ്പോഴല്ലയോ ഇങ്ങനെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നേരത്തെ എങ്ങനെ ആയിരുന്നു? നേരത്തെ കൊടുക്കുന്നില്ല എന്ന് 22,000 രൂപ എടുത്തതിന് ശേഷമാണ് ഞാൻ പൈസ കൊടുക്കാത്തത്. പറഞ്ഞിട്ടില്ല അവര് അത് നേരെ ആദ്യമൊന്നും കൊടുത്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടില്ല. ഇപ്പൊ എത്ര നാളുകൊണ്ട് ഇതിപ്പോ ഏതാണ്ട് ഇപ്പം ഒരു 6-7 മാസത്തിന് ശേഷം ഇങ്ങോട്ടാണ് എനിക്ക് ഈ സുഖമില്ലാതെ നിങ്ങൾ ഈ പൈസ എടുത്തു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹം അറിയാതെ അതിന് മുമ്പേയോ ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ പൈസ എടുത്തതെന്നും കൂടെ അറിഞ്ഞപ്പോ പിന്നെ ഒട്ടും ഇല്ലായ്മയായി. തരാതിരിക്കുന്നെങ്കിൽ അതിന് കാരണം ഓരോ ദിവസവും ചെലവ് കൂടി വരിക, പക്ഷെ അയാളുടെ ഏർണിംഗ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. അത് മോള് മനസ്സിലാക്കണം. അപ്പം പിന്നെ ഈ സ്വന്തം വീടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കേസും കാര്യങ്ങളൊക്കെ പണ്ട് കൊടുത്തതൊക്കെ പോട്ടെ, അവരൊക്കെ ഈ പ്രോഗ്രാം കാണും. അവരാരും ഒരു പ്രശ്നത്തിനും വരികയില്ല. നിങ്ങളുടെ സ്വഭാവം നിങ്ങളെക്കാൾ കൂടുതലും ഈ കുടുംബത്തെക്കാൾ കൂടുതലും നിങ്ങളുടെ അയൽവാസികൾക്ക് അറിയാം. ആരും പിന്നെ അവരുടെയൊക്കെ ആർക്ക് എപ്പോൾ ഉതവുമെന്ന് ആര് കണ്ടു ശശി?
അടുത്ത രാത്രി നിങ്ങളൊന്ന് വീണ് പോയാൽ അയൽവക്കക്കാർ വേണം വന്ന് പൊക്കിയെടുക്കാൻ. ഇവരെ കൊണ്ടാവോ? ശശികലയ്ക്ക് മനസ്സിലായില്ലേ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത്? അയാള് വെറും പാവ മനുഷ്യനാ. ഭാര്യയും മോളെയും ഇഷ്ടം പോലെ സ്നേഹിക്കുന്ന മനുഷ്യനാ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാ. പിന്നെ ഒരു സംശയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ആ സംശയം ഉണ്ടാകുന്നതിന്റെ കാര്യം ശശികലയ്ക്ക് അറിയാം. നിങ്ങൾ അദ്ദേഹത്തോട് തുറന്ന് സംസാരിച്ച ഒരു കാര്യം മനസ്സിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നിങ്ങളെ അദ്ദേഹം കാണുന്നത് വലിയൊരു സുന്ദരിയായിട്ട്, ഒരു ചെറുപ്പക്കാരിയായിട്ട്, നിങ്ങളുടെ മകൾക്കുള്ള അതേ രീതിയിലാണ് കാണുന്നത്. എൻ്റെ മകളെ പോലെ തന്നെ ചെറുപ്പക്കാരിയായിട്ടൊരു കൊച്ചു കുട്ടിയാണ്. അദ്ദേഹം സൂക്ഷിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അത് വേറെ, നിങ്ങളത് നിഷേധിക്കുമ്പോൾ എന്താ പറ്റുന്നറിയാവോ? അത് വേറെ രീതിയിൽ സംശയമായിട്ട് അങ്ങനെ പുറത്തു കൊണ്ടുവരുന്നതാണ്. പിന്നെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും ഒക്കെ ശരി. പിന്നെ കൈ ചൂണ്ടി സംസാരിക്കുന്ന ശശി അത് കണക്കാക്കണ്ട. ഇത്തരം അനാവശ്യങ്ങൾ പറഞ്ഞാൽ കൈ ചൂണ്ടുകല്ല, ഒരെണ്ണത്തിൽ തരാൻ തന്നെ തോന്നും പെണ്ണുങ്ങൾക്ക്. അനാവശ്യം പറഞ്ഞു അത് ചൂണ്ടിയ മൃത്യുവല്ലേ ഉള്ളൂ. വേറെ എന്താണ് വലിയ പ്രശ്നം നിങ്ങൾക്ക്? ഒന്നുമില്ല ശശി, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ സന്തോഷമായിട്ട് പോകാനുള്ളൊരു കുടുംബം. അവർക്ക് സുഖമില്ല, അവർക്ക് വേണ്ട ശുശ്രൂഷ, അവരെ സ്നേഹമായിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങൾ അവരെ സ്നേഹമായിട്ട് നോക്കിയാൽ അവർ അതിനേക്കാൾ സ്നേഹമായിട്ട് നിങ്ങളെ കാണും. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ പറയുന്ന ഈ വാക്കുകൾ വെച്ചാണ് മനസ്സിലിട്ടിട്ട് അവർ സംസാരിക്കുന്നത്. ഈ അനാവശ്യ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറയാതിരിക്കുക ശശി. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു കുടുംബം, നല്ല 2 കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ട് വേണം ആ മോന്. അതിനെ ഒരു കാലത്തും ഉപേക്ഷിക്കാൻ പറ്റില്ല. മറ്റു കുട്ടികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ കെയർ എടുക്കുക. മാത്രമല്ല, നിങ്ങൾ സ്നേഹിച്ചാൽ, നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരെ പോലെയല്ല, ആ അത്തരം രീതി വളരുന്ന കുട്ടികൾ സ്നേഹിക്കുന്നവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ദേഷ്യം തോന്നിയാൽ അതുപോലെ പ്രതികരിക്കും. കഴിഞ്ഞ മാസം എറണാകുളത്ത് പോകാനായിട്ട് ഞാൻ വിളിച്ചതാണ്. ഇവിടെ മേഡം പറയുന്നത് ഇവിടെ 100-ൽ 10 വിളിച്ചെന്ന് കേട്ട് നോക്കണം. എറണാകുളത്ത് ഉടപ്പുറന്ന് പറഞ്ഞു കാണാൻ പോകണ്ട, ഇപ്പോൾ കാണാൻ പോകണ്ട. ഇവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞ് അപ്പോഴേ എറണാകുളത്ത് അവനെ പോയി കാണാന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാൻ സമ്മതിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയും ഇങ്ങനെ അവനെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അപ്പൊ ശരി, ഞാൻ എനിക്കുള്ള എൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കാം, വണ്ടിക്കുള്ള പൈസ ഉണ്ടാക്കാം, നീയും മോക്കും അമ്മയ്ക്കുള്ള പൈസ ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ആ പൈസ എന്ന് കിട്ടണോ, ആ പൈസ വണ്ടിക്കുലിക്കുള്ള പൈസ കിട്ടും, ഞങ്ങൾ അവനെ പോയി കാണാന്ന് പറഞ്ഞു. അതിൽ തെറ്റായിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല മാഡം. അതിനകത്ത് എന്താ അറിയാമോ, നമ്മൾ അങ്ങനെ കണക്കാക്കണ്ട. അത് എന്ന് പറഞ്ഞാൽ 4-5 പേർക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് പോയി തിരിച്ചു വരാനുള്ള ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് പിന്നെ നിങ്ങൾ പോണം, മോളുണ്ട്, പിന്നെ നിങ്ങളുടെ അമ്മയുണ്ട്, ഇത്രയും അവർ നോക്കിക്കോളും. എന്റെയും കൊച്ചിന്റെയും കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ശരി, പൈസ കിട്ടിയതിന് ശേഷം നമുക്ക് ഒത്തുപോയി കാണാമെന്ന് ഞാൻ അവരെടുത്തും പറഞ്ഞു. പൈസ കിട്ടിയിട്ട് അതിനെ പോയി കാണേണ്ട കടമയില്ലേ? മെനിങ്ങാന്ന് ഞങ്ങൾ ഫോണിൽ കൂടെ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും മകളുടെയും ടിക്കറ്റ് നിങ്ങളല്ലേ എടുക്കേണ്ട. അതിന് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ കുറച്ച് പൈസ വാങ്ങി അവരും കൂടെ വരാൻ പറഞ്ഞു. ഒരു മാസം പോലും ആയില്ല. ഇവള് ഈ ATM നിന്ന് എടുത്ത കാശ് എന്തൊരു ചെയ്തെന്ന് കേട്ട് നോക്കണം മാഡം. ഞാൻ ചെലവിന് കൊടുക്കുന്നില്ല. കഴിഞ്ഞ മാസമല്ലേ 22,000 രൂപ എടുത്തത്. കഴിഞ്ഞ മാസം? ആ, കഴിഞ്ഞ മാസം അല്ല, പിന്നെ 7-ാം മാസം. അതിന് അങ്ങേ മാസത്തിലാണ് നമ്മൾ പൈസ. എന്റെ പാസ്ബുക്ക് ഇരിപ്പുണ്ടാകും, കാണിച്ചു തരാം. 7-ാം മാസം തീർന്നു പോയി. എങ്ങനെ തീർന്നു? ഞാൻ ചെലവിന് കൊടുക്കുന്നില്ല. അവര് മൊബൈല് വാങ്ങിച്ചു, പിന്നെ കുട്ടിക്ക് തുണി എടുത്തു. ഒരു തുണി അമ്മ വാങ്ങിച്ചു കൊടുത്തു. യാത്ര എവിടെയെങ്കിലും പോയോ? ഇല്ല, ഞങ്ങൾ യാത്രയ്ക്കൊന്നും പോയില്ല. പിന്നെ 22,000 രൂപ എന്ത് ചെയ്ത്? പിന്നെ എങ്ങനെ എന്തൊക്കെ ചെലവിനാ എടുത്തത്? മാല പണയം വെച്ച് കമ്മല് കണ്ടില്ല. അതെടുത്തോ? മാലയും അങ്ങനെയുള്ള എന്റെ താലി, ഞാൻ ഉയരോടെ ഇരിക്കല്ലേ, താലിമാല ആരെങ്കിലും കൊണ്ടുപോയി? മാലയൊന്നും എടുത്തില്ല. മാല പണിത് അത് അമ്മ അടുത്ത മാസത്തില് അമ്മ എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നേരത്തെ സഹോദരന്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ വെച്ചതാണ് മാലകളൊക്കെ. അവിടുത്തെ ചെലവും കാര്യങ്ങളും അവിടെ നിൽക്കുമ്പോൾ ഉള്ള ചെലവ് നടത്താൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പൈസ വന്നപ്പോ ഇവള് കാതിലൊക്കെ കിടന്നതൊക്കെ ഞാൻ പണയം വെച്ചിരുന്നു. അപ്പൊ ഇവരെന്നെ പൈസ എടുത്ത സമയത്ത് അതൊക്കെ കൂടെ തിരിച്ച് എടുത്തു. കുട്ടിയുടെ ചില സാധനങ്ങളൊക്കെ പണയം വെച്ചിരുന്നത് എടുത്തതാണ്. അതൊക്കെ എടുത്ത് അതിന് മുമ്പിൽ 5,000 എന്ന് പറഞ്ഞുകൊണ്ട് 3-4 എണ്ണം എടുത്തോണ്ട് പോയി. മാത്രമേ എനിക്കറിയാവൂ. അത് അല്ല, അവര് പറയുന്നത് ചെലവായി പോയി. നമ്മൾ ഇനി എങ്ങനെ സംഭവിക്കില്ല. അവരിന്ന് രാവിലെ അത് പറഞ്ഞ് 2 അപ്പം കൺട്രോൾമെന്റിൽ അവർ പറഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു, നിങ്ങൾ അപ്പം ഇവരെടുത്ത് ചോദിച്ചു പൈസ നിങ്ങൾക്ക് തിരിച്ചു വേണോ അതോ ക്യാഷായിട്ട് എടുക്കണോ എങ്ങനെയാണ് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു എൻ്റെ ഭാര്യ മോളുകൊണ്ട് ഞങ്ങൾക്ക് ക്യാഷ് വേണ്ട പൈസ. അപ്പോഴും ഞാൻ സാറിനടുത്ത് പറഞ്ഞു, സാറേ പൈസ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുക്കുക. അതായത് എപ്പോഴായാലും ഈ വസ്തു വിൽക്കായിട്ടാണ് വസ്തുവാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് വസ്തു ഉണ്ട്, അത് വസ്തു വിൽക്കുന്ന സമയത്ത് 2 കൊച്ചുങ്ങളും എൻ്റെ വസ്തു വാങ്ങിച്ചിട്ട് അവർക്ക് ആ 22,000 രൂപയും കൂടിയേ തീരുമെന്ന് പറഞ്ഞെങ്കിൽ അവർ 22,000 രൂപ ഞാൻ കൊടുക്കാൻ തയ്യാറ് തന്നെ. അപ്പോൾ എൻ്റെ വസ്തുക്കൾ വിറ്റ പൈസയൊന്നും ഞാൻ കണ്ടില്ല. അവർ പറഞ്ഞു, ഞാൻ നേരത്തെ അവർ പറഞ്ഞില്ലേ സൗത്ത് പാർക്കിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ കുടിച്ചു തീർത്ത് എൻ്റെ ആൾക്കാർക്കും കൊടുത്ത്, എൻ്റെ പേരിക്കുന്ന ദിവസം ഞാൻ തന്നെത്താൻ എന്നെ വിറ്റത് എൻ്റെ ആൾക്കാർക്ക് ചിലവാക്കി ഞാൻ സൗത്ത് പാർക്കിലൊക്കെ കൊണ്ടുവന്ന് അത്രയും ഞാൻ കുടിച്ചു തീർത്തെന്നുള്ള ഇതാണ് ഇവർ പറയണത്.
അത് ഇപ്പോഴും അവരത് പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു പറഞ്ഞ് കൺട്രോൾമെന്റിൽ ഞാൻ കൊണ്ടുവന്ന് പരാതി കൊടുക്കും, അവരടുത്ത് നിന്ന് പറയട്ടെ 2 മാസത്തിനകത്ത് വെച്ച് നീ 22,000 രൂപ എനിക്ക് തരാന്നല്ലേ പറഞ്ഞത്, ആ പൈസയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് കൺട്രോൾമെന്റിൽ പോയി സാറിന്. ശശി അപ്പൊ ആ ഇങ്ങനെ 22,000 രൂപ മറന്നേക്കുക ശശി. ഇനി അത് പറയണ്ട. നിങ്ങൾ ആ 22,000 രൂപ അവർക്ക് വേണ്ടി ചെലവാക്കാനാണ് ഇട്ടിരുന്നത്. അത് 50 ദിവസം കൊണ്ടോ 5 കൊല്ലം കൊണ്ടോ ചെലവാക്കും നിങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ അത് 5 ദിവസം കൊണ്ട് ചെലവാക്കി. ആ സംഭവം ക്ലോസ് അല്ലേ മാഡം? ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ പൈസയുടെ കാര്യം, ചെലവിന്റെ കാര്യം, അത് നിങ്ങളുടെ വേദന കൊണ്ട് പറയുകയായിരിക്കും, നിങ്ങൾ അധ്വാനിക്കുന്നു എന്ന് പറയും. പക്ഷേ ഈ ചൊല്ലിക്കൊടുക്കരുത്, നുള്ളിക്കൊടുക്കരുത് എന്നൊക്കെ പണ്ടുള്ളവർ പറയും. ഒരാൾക്കൊരു സഹായം ചെയ്ത് 10 രൂപ കൊടുക്കുമ്പോൾ ഞാൻ തന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞ് കൊടുക്കരുത്, നുള്ളിക്കൊടുക്കരുത്. 100 കൊടുക്കേണ്ടടുത്ത് ഇപ്പം 20 രൂപ വെച്ചോ, നാളെ 20, അതുകൊണ്ട് പ്രയോജനമില്ല. മനസ്സിലായോ? ഇങ്ങനെ പറഞ്ഞു കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത ഒന്ന് പുണ്യമേ കിട്ടാതെ വരും. ഞാൻ ഇത് ചെയ്തില്ലേ, അത് ചെയ്തില്ലേ, നെത്തോലി വാങ്ങിച്ചു കൊടുത്തില്ലേ, കൊഞ്ച് വാങ്ങിച്ചു കൊടുത്തില്ലേ. ഇത് നിങ്ങൾ ചെയ്യേണ്ട കടമയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ കുഞ്ഞിനും വേണ്ടി നിങ്ങൾ വാങ്ങിക്കുന്ന ഇതൊക്കെ ഒരു കണക്കായിട്ട് എന്തിനാ ശശി പറയുന്നത്? അപ്പം മഹാസംഭവങ്ങളൊന്നും നിങ്ങൾക്ക് പറയാനില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ദുരാരോപണങ്ങളൊന്നും പറയാതിരിക്കുക. ഇങ്ങനെ പറയരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അല്ല, ഇദ്ദേഹം പറയുമ്പോഴാണ് അവർ മറുപടി പറയേണ്ടി വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. രണ്ടുപേരും പറയാൻ പാടില്ല. നിങ്ങൾ അതങ്ങനെ ഇനി ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ ഒരൊറ്റ കാര്യമായി അവരുടെ ജീവിതം വിഷമത്തിലാക്കുന്നത് ഈ വാക്കുകളാണ്. അവര് സുഖമില്ലാത്തൊരു നിങ്ങളുടെ ഒരു പരിഗണന അവര് വേണം. നിങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക്. നിങ്ങളെ മാത്രം വിശ്വസിച്ചാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് വേറെ ആരും ഒരു ബന്ധങ്ങളുമില്ല, നിവൃത്തിയില്ല. ഇത്തരം വാക്കുകൾ കേട്ട് സഹിക്ക വയ്യാതെ വരുമ്പോഴാണ് ആങ്ങളുടെ വീട്ടിൽ പോകുന്നവർ. അപ്പം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരെ ഇങ്ങനെ ഒരുപാട് ദുഷിച്ച വാക്കുകൾ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ പേര് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വെറുതെ നിൽക്കാൻ പറ്റൂ? ആ ചെലവിന് വേണ്ടി കയ്യിലുള്ള മാലയോ വളയോ ഒന്നും വെച്ചാൽ പണയം വെക്കും. പിന്നെ അതെടുക്കാൻ വേണ്ടി ബന്ധപ്പെടണം. അല്ല, പിന്നെ ഈ പണം ഇടപാട് രണ്ടുപേരും അറിഞ്ഞു മാത്രം ചെയ്യും. അപ്പൊ അവിടെ സംശയത്തിന് ഇട വരുന്നില്ല. എന്തിനു വേണ്ടി പൈസ മുടക്കിയാൽ ഇന്ന കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ സംശയിക്കുന്ന പോലെയുള്ള യാതൊരു നടപടി ദൂഷ്യവും ആ സ്ത്രീയിലില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. അവരുടെ ഫ്ലാഷ് ബാക്കും കാര്യം അതൊക്കെ വിട്ടേക്ക്. അത് എന്തോ ഒരു ദൈവത്തിന്റെ ഒരു നിയോഗം പോലെ സംഭവിച്ചു പോയ കാര്യങ്ങൾ. മോളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛനാ അത്. ആ മോക്ക് 2 വസ്ത്രം വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, ദേഷ്യപ്പെടത്തില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ പോണം. യാതൊരു കാരണവശാലും കുടുംബത്തിനകത്തുള്ള ആൾക്കാരെയും അവരെ ഇവരെയും പറഞ്ഞ് ആ ഒരു സമ്പ്രദായം ഇവിടെ വെച്ച് ഇപ്പൊ അവസാനിപ്പിച്ചേക്കണം. അനാവശ്യ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, പറയാനേ പാടില്ല. ഇത്രേ ഉള്ളൂ ശശി. വേറെ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇവിടെ ഒന്നും തീർപ്പൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. വീടെടുത്ത് സന്തോഷമായിട്ട് താമസിക്കും. നിങ്ങൾ ആ കുഞ്ഞിന്റെ കാര്യം പഠിപ്പിക്കണം. ആ കുഞ്ഞിനെ പഠിപ്പിക്കണം. അതിന് ശശിയുടെ ജോലിക്ക് പോവുക. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി നല്ലൊരു വീട് നോക്കണം കേട്ടോ. വരുമ്പോ വേണ്ട രീതിയിൽ ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് വേണ്ട രീതിയിൽ സംരക്ഷിക്കുക. കുറച്ച് ആരോഗ്യപരമായിട്ട് വയ്യാന്നൊരു തോന്നൽ ഉണ്ട്. അതിന്റെ കൂടെ ഒരു ദേഷ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ മോനെ ഇടയ്ക്ക് പോയി കാണണം. നിങ്ങൾ ഒറ്റയ്ക്കായാലും പോയി കണ്ടെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് വരണം ആ കുട്ടിക്ക്. പറഞ്ഞാലും മനസ്സിലായല്ലോ. സ്നേഹമായിട്ട് തന്നെ പെരുമാറണം. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഇപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ടെന്നുള്ള എനിക്കറിയാം. പക്ഷേ ഇത് ഇപ്പം തൽക്കാലം ഇതേ ഉള്ളൂ പരിഹാരം. മനസ്സിലായില്ലേ? ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അയാളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോയി ജീവിച്ചാൽ അതുകൊണ്ട് യാതൊരു ഗുണവും സമാധാനവും നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. രണ്ടുപേരും പ്രായമായ ആ ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടിയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന നിസ്സാര കാര്യമല്ല. ഇനി ഒരാളോ മറ്റൊരാളെ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ അത് രണ്ടുപേരും നാശത്തിലേക്ക് പോകാനുള്ള ഒന്നും നടപ്പില്ല. ഇതിപ്പോ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒന്നും തീർപ്പ് കൽപ്പിക്കാനൊന്നുമില്ല. അത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു നിർത്താനേ പറ്റുള്ളൂ മാഡം. രണ്ടുപേരും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ കൊച്ചുമായിട്ട്. അവിടെ പോയിരിക്കും. ഇങ്ങനെയല്ലേ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടേ? രണ്ട് ഭാഗത്ത് ഇരുന്നാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയായിരുന്നു സംസാരിക്കേണ്ടേ? അവര് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചൊരു ഭാര്യ, നിങ്ങളുടെ ഭാര്യ മാത്രമാണ്. നിങ്ങളെ ഉപേക്ഷിക്കണമെന്നോ നിങ്ങളോട് വെറുപ്പോ വിരോധമോ ഒന്നുമില്ല അവർക്ക്. നിങ്ങൾ പറയുന്ന വാക്കുകൾ അവർക്ക് വിഷമം ഉണ്ടാവുന്നു. ആ വിഷമത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അത് മാറ്റിയെടുത്താൽ മനഃപൂർവ്വം ഒന്നും പറയുന്നതല്ല, വാക്കിന് വാക്ക് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. രണ്ടുപേരുടെയും കാര്യത്തിൽ എത്രയേ ഉള്ളൂ. ജയിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് യോജിച്ച് തന്നെ പോകണം. ശശികല എല്ലാ കാര്യങ്ങളും പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണം, ചർച്ച ചെയ്യണം. ഞാൻ എന്റെ കാര്യം ചെയ്യാൻ പോവാണ്, ഇന്നത് ഇത്രയും ചെലവുണ്ട്, വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് പറയണം, ഇന്നത് വാങ്ങിച്ചോണ്ട് വാ, അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു വീട്ടിലോട്ട്. എന്തായാലും നേമത്ത് നിന്നും വന്ന ശശി, അദ്ദേഹത്തിന് പരാതിയില്ല. ഭാര്യയെ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നോ എന്നെ പീഡിപ്പിക്കുന്നോ ഇതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഏക ആവശ്യം എൻ്റെ മകൾ ഒന്നാന്തരമായിട്ട് പഠിക്കണം, പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം,
അതിന് ഭാര്യ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ വിടുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെയാണ്. അപ്പം ഉള്ളി തൊലിച്ചതുപോലെ പറഞ്ഞു വന്നപ്പം കാര്യങ്ങളൊന്നുമില്ല. അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയുന്നത്, സംസാരിച്ചു കൂടാത്ത വാക്കുകൾ വരുമ്പോൾ അത് മനസ്സിൽ കൊണ്ടുകൊണ്ട് ജയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യങ്ങൾ പറയുക. അത് ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരുമിച്ചാണ് അവർ പോകുന്നത്. വന്നത് ഒരുമിച്ചാണ്, പക്ഷെ വന്ന മനസ്സോടുകൂടിയല്ല, തീർച്ചയായിട്ടും സന്തോഷമായിട്ടാണ് പോകുന്നത്. അവരുടെ മകൾക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ തുടർന്നും പഠിക്കട്ടെ. ആരുടെ മനസ്സിലും ഒരു കളങ്കമോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ വൈരാഗ്യമോ ഇനി ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.